ഹലോ ഗൈസ്, എൻ്റെ ബർത്ത്ഡേയുടെ ഒരു കുട്ടി സെലിബ്രേഷൻ കണ്ടാലോ? ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്ന ശേഷം ഉച്ചയ്ക്കാണ് കേക്ക് മുറിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ സ്വന്തം ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മടി. എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞ് കേക്കൊക്കെ ഉണ്ടാക്കി കേട്ടോ, നട്ടി ബോൾ കേക്ക്. അത് കേക്ക് മുറിച്ചു. ഹസ്ബൻഡ് എന്താ ഗിഫ്റ്റ് തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ. രണ്ട് ഉദ്ദേശമാണ് പുള്ളിക്ക്. ഒന്ന് എനിക്ക് തന്നു എന്നുള്ളൊരു പേരുമാകും, രണ്ടാമത് കൊച്ചു ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഓരോന്നോരോന്ന് പെറുക്കി കൊടുക്കാമല്ലോ. വൈകിട്ടത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കാനും ഭയങ്കര മടി. എന്താല്ലേ, നിങ്ങൾക്കും ഉണ്ടോ ഇങ്ങനെ മടി? സാമ്പാറും പച്ചടിയും തോരനും അച്ചാറും മീനും കൂട്ടി ഉച്ചയ്ക്ക് ചോറ്. പിന്നെ വൈകിട്ട് ഒരു 7:30 ആയപ്പോഴത്തേക്ക് റെഡിയായി ഇറങ്ങി. ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക്. പിസ്ത ഹൗസ് എന്ന് പറയുന്ന വലിയൊരു റെസ്റ്റോറൻ്റാണ്. ഉള്ളിൽ പാർട്ടി ഹോളുണ്ട്. പിന്നെ പുറത്ത് നമ്മുടെ സ്നാക്സ് ഐറ്റം, ഐസ്ക്രീം, ചായ, ബർഗർ അങ്ങനെ എല്ലാം ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. സ്നാക്സ് ഐറ്റം ഒക്കെ നിന്നുകൊണ്ട് കഴിക്കാനായിട്ട് സെപ്പറേറ്റ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെവി ഫുഡൊക്കെ കഴിക്കുന്നത് ഉള്ളിലുള്ള വിശാലമായ ഹോളിലാണ്. 4 സീറ്റർ, 6 സീറ്റർ, അങ്ങനെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാവുന്നതാണ്. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അങ്ങനെ മെനു കാർഡൊക്കെ ആദ്യം തൊട്ട് അവസാനം വരെ രണ്ടാളും കൂടെ അരിച്ചു പെറുക്കി. പക്ഷേ എല്ലാം വെറുതെയായി. മോൻ ഒരേ നിർബന്ധം ബിരിയാണി മതിയെന്ന്. അങ്ങനെ എൻ്റെ മോഹങ്ങളെല്ലാം അഴിച്ചു വെച്ച് ബിരിയാണി ഓർഡർ കൊടുത്തു. കാരണം ഒരു ബിരിയാണി മേടിച്ച് കഴിഞ്ഞാൽ 3 പേര് കഴിച്ചാലും തീരില്ല, അത്രയുണ്ട്. ഇത് ചിക്കൻ 65 ദം ബിരിയാണിയാണ്. ഒരു പ്ലേറ്റിൻ്റെ വില 380 രൂപയാണ്. ബോൺലെസ് ആണ്. കുറച്ച് എരിവുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുഴപ്പമില്ല, പക്ഷേ കൊച്ചിന് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഫുള്ള് കഴിച്ചു കഴിഞ്ഞാൽ ഐസ്ക്രീം മേടിച്ച് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് അവനത് ഫുള്ള് കഴിച്ച് തീർത്തു. പിന്നെ കൈ കഴുകാനൊന്നും പുറത്ത് പോകണ്ട കേട്ടോ, ടേബിളിൽ തന്നെ അവരതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞ് പോകാൻ എണീറ്റപ്പോൾ അവൻ ചോദിക്കുക ഐസ്ക്രീം എവിടെയെന്ന്. ചുമ്മാ പറഞ്ഞതാണെങ്കിലും അവനത് സീരിയസ് ആയിട്ട് എടുത്തു കേട്ടോ. അവസാനം അവന് വേണ്ടി ഒരെണ്ണം ഓർഡർ ചെയ്ത് വന്നപ്പോൾ തോന്നി നന്നായി ഒരെണ്ണം ഓർഡർ ചെയ്തതെന്ന്. കാരണം 3 പേര് കഴിച്ചിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. തണുപ്പ് കാരണം സ്പീഡിൽ കഴിക്കാനും പറ്റുന്നില്ല. 9 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഗേറ്റിനുള്ളിൽ കയറണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പിൻ്റെ ഗേറ്റ് അടയ്ക്കും, നമ്മൾ പുറത്ത് കിടക്കേണ്ടി വരുവേ. അപ്പോൾ ഇത്രയുള്ള ഈ പിറന്നാൾ വിശേഷങ്ങളെ